നമസ്കാരം. 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാപ്റ്റർ 1 മാനവികത. ഇവിടെ ആദ്യം തന്നെ ഒരു കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കതൊന്ന് നോക്കിയാലോ. 13ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന തത്വചിന്തകനായ റോജർ ബേക്കണിൻ്റെ വാക്കുകളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ അദ്ദേഹം പറയുന്നത് അറിവിനെ നിഷേധിക്കുന്നത് നന്മയെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ ബുദ്ധി അറിവിൻ്റെ വെളിച്ചത്താൽ പ്രകാശിക്കുമ്പോൾ ആ വെളിച്ചത്തെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. സ്നേഹം അറിവിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. പിന്നെ യുക്തിയില്ലാത്ത ആഗ്രഹങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് നമ്മെ ലോകത്തിൻ്റെ അന്ധകാരത്തിലോട്ട് തള്ളിവിടും. എന്നാൽ യുക്തി ഉപയോഗിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നമ്മെ ശരിയായ വഴിയിലേക്ക് നയിക്കുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യൂറോപ്പിലെ അധികാരികൾ യുക്തിചിന്തയൊക്കെ നിഷേധിച്ചിരുന്നു. അന്നത്തെ ഫ്യൂഡൽ അധികാര വ്യവസ്ഥയെയും അതിൻ്റെ ആശയങ്ങളെയൊക്കെ ഇദ്ദേഹം ചോദ്യം ചെയ്തു. ഇദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹത്തെ പോലുള്ള മറ്റുള്ള ആളുകൾ അതിനൊക്കെ ചോദ്യം ചെയ്തിരുന്നു. പിൻകാലത്തൊക്കെ അതിൻ്റെ അങ്ങനെയുള്ള ആ ഒരു ഫ്യൂഡൽ വ്യവസ്ഥക്കെതിരെ ആളുകൾ സംസാരിക്കാൻ തുടങ്ങിയതോടെ അത് ആ ഒരു വ്യവസ്ഥിതി മാറാൻ തുടങ്ങിയിരുന്നു. ഇനി പേജ് നമ്പർ 8 എടുത്തിട്ടുണ്ടെങ്കിൽ റോജർ ബേക്കൺ അദ്ദേഹം വരച്ച ഡയഗ്രങ്ങളും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അങ്ങനെ 14ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. യൂറോപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. സാമൂഹിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, സാമ്പത്തിക രംഗത്തൊക്കെ, രാഷ്ട്രീയ രംഗത്ത് എല്ലാ മേഖലകളിലും ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ വന്നതെന്ന് താഴെ പോയിൻ്റായിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ്, മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാട് അല്ലെങ്കിൽ മാനവികത മനുഷ്യന്മാർക്ക് കൂടുതൽ പ്രാധാന്യം കൈവന്നു തുടങ്ങി. പിന്നെ നഗര ജീവിതത്തിലെ വളർച്ച വന്നു. പിന്നെ കച്ചവടത്തിൽ പുരോഗതി വന്നു. ദേശരാഷ്ട്രങ്ങൾ, പുതിയ പുതിയ ദേശരാഷ്ട്രങ്ങളൊക്കെ വളരാൻ തുടങ്ങി. പിന്നെ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടാവാൻ തുടങ്ങി. യുക്തിചിന്ത അവിടെ വളരാൻ തുടങ്ങി. മതേതര മൂല്യങ്ങളുടെ വ്യാപനം, അതായത് മതത്തിന് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തിരുന്ന കാലത്ത് പിന്നീട് മതേതര മൂല്യങ്ങൾക്ക് പ്രാധാന്യം വരാൻ തുടങ്ങി. പിന്നെ പണാധിഷ്ഠിത സമ്പദ്ഘടന വരാൻ തുടങ്ങി. അതായത് വാണിജ്യപരമായിട്ടുള്ള മേഖലയിൽ വളർച്ചകൾ വന്നു. പിന്നെ പ്രാദേശിക ഭാഷകൾക്ക് ലഭിച്ച പ്രാധാന്യം, അവരുടെ ആ ഒരു ഭാഷകൾക്ക് പകരം പ്രാദേശികമായിട്ടുള്ള ജനങ്ങളുടെ ഭാഷകൾക്ക് കൂടുതൽ, അതായത് അങ്ങനെയാണെങ്കിലല്ലേ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഭാഷ അവിടെ ഉണ്ടാവാൻ തുടങ്ങി. പിന്നെ കലാശാസ്ത്ര രംഗങ്ങളിലും ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അപ്പോൾ ഇത്തരം മാറ്റങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലുടനീളം പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെ മാറ്റങ്ങളാണ് യൂറോപ്യൻ ഏരിയകളിൽ അല്ലെങ്കിൽ രാജ്യങ്ങളിൽ വന്നത് എന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോണത്. 8 ഒരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങൾ. യൂറോപ്പിൽ 2 സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗ്രീക്ക് സംസ്കാരം ഉണ്ടായിട്ടുണ്ട്, റോമൻ സംസ്കാരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ പറയുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. ഗ്രീക്ക് റോമൻ സംസ്കാരത്തെ ക്ലാസിക്കൽ സംസ്കാരങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത്. 12ാം നൂറ്റാണ്ട് മുതൽ 4 BCE 12ാം നൂറ്റാണ്ട് മുതൽ BCE 4ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ഒരു സംസ്കാരം ഉണ്ടായിട്ടുള്ളത്. BCE 7ാം നൂറ്റാണ്ട് മുതൽ CE 5ാം നൂറ്റാണ്ട് വരെയായിരുന്നു റോമൻ സംസ്കാരത്തിൻ്റെ കാലഘട്ടം എന്നും പറയുന്നത്. CE എന്ന് പറയുന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ക്രിസ്തു ജനിക്കുന്നതിൻ്റെ മുമ്പ്, ബിഫോർ ക്രൈസ്റ്റ് എന്നാ പറയുക. അപ്പോൾ ക്രിസ്തു ജനിക്കുന്നതിൻ്റെ മുമ്പ്. അപ്പോൾ അത് അവിടുന്ന് വലിയ സംഖ്യകളിൽ മുകളിൽ നിന്നായിരിക്കുന്നു. അപ്പോൾ 12ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങനെ ചെറുതായി കുറഞ്ഞു വരികയാണ്. അപ്പോൾ 4ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് ഗ്രീക്ക് സംസ്കാരം. അതിനുശേഷം BCE 7ാം നൂറ്റാണ്ട് മുതൽ 7 മുതൽ അത് 4ാം നൂറ്റാണ്ട് വരെ അത് ഉണ്ടായിരുന്നു. അതിൻ്റെ മുന്നേ തന്നെ 7ാം നൂറ്റാണ്ട് മുതൽ തന്നെ പിന്നെ അടുത്തത് CE, അതായത് ആഫ്റ്റർ ക്രിസ്റ്റ് ജനിച്ചതിന് ശേഷം, കോമൺ ഇറ എന്ന് പറയും നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടം. അപ്പോൾ ആ CE അത് 5ാം നൂറ്റാണ്ട് വരെയായിരുന്നു റോമൻ സംസ്കാരം നിലനിന്നിരുന്നത്. നമുക്കറിയാം ഇന്ന് ഇറ്റലിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് റോമാണെന്നല്ല. അപ്പോൾ ഈ റോമൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു ഇറ്റലി പണ്ട്. ഈ മാറ്റങ്ങൾ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ കൂടുതൽ വന്നത് എവിടെയാണ്? ഈ ഇറ്റലിയിലാണ് കൂടുതൽ മാറ്റങ്ങൾ വന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മാറ്റത്തെ നമ്മൾ വിളിക്കുന്നത് പിന്നെ റിനൈസൻസ് എന്ന്, അതായത് നവോത്ഥാനം. ചരിത്രകാരന്മാർ അതിനെ നവോത്ഥാനം എന്നാണ് ഈ ഒരു മാറ്റങ്ങളെ വിളിച്ചിട്ടുള്ളത്. ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ മധ്യകാലഘട്ടത്തെ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള ആ ഒരു മാറ്റത്തിൻ്റെ കാലത്തെയാണ് നമ്മൾ നവോത്ഥാനം എന്ന പേരിൽ നമ്മൾ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ 14ാം നൂറ്റാണ്ടോടുകൂടി ഇറ്റലിയിൽ
ഈ ഒരു ഈ ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങൾക്ക് ഒരു മാറ്റമുണ്ടായി. ആ ഒരു മാറ്റത്തെയാണ് നമ്മൾ നവോത്ഥാനം എന്ന് വിളിക്കുന്നത്. പുനർജനി എന്നാണ് അതിൻ്റെ മലയാളത്തിൽ അർത്ഥം വരുന്നത്. അടുത്തായി നമ്മൾ പറയുന്നത് നവോത്ഥാനം എന്തുകൊണ്ട് ഇറ്റലിയിൽ. നമ്മൾ പറഞ്ഞു നവോത്ഥാനം ഇറ്റലിയിലാണ് ഫസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മാപ്പ് കാണാം. ഇറ്റാലിയൻ രാജ്യങ്ങൾ ഏതൊക്കെയാണ്, ഇറ്റാലിയയിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മളിവിടെ പറയുന്നുണ്ട്. ഇറ്റലി എന്ന് പറഞ്ഞാൽ ആ മുകളിൽ കിടക്കുന്ന ആഫ്രിക്കൻ കൺട്രീസ്, ആ ഒരു കൺട്രീസിൻ്റെ മുകളിലായിട്ട് കിടക്കുന്ന ഒരു പച്ച നിറത്തിൽ കാണുന്ന ആ ഒരു ഏരിയയാണ് ഇറ്റലി എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്നും കൂടി സൂം ചെയ്തിട്ടാണ് താഴെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇറ്റാലിയൻ കൺട്രീസ് ഏതൊക്കെയാണെന്ന് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നഗരങ്ങൾ എന്ന് പറയുന്നുണ്ട്. വെനീസ്, മിലാൻ, പാർമ, ബൊളോണ, ജനോവ, പിസ, ഫ്ലോറൻസ്, റോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് നഗരങ്ങളുടെ നെയിമുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ എങ്ങനെയാണ് ആദ്യമായിട്ട് ഇറ്റലിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് നമ്മൾ പറഞ്ഞു അല്ലേ, ഒരുപാട് മേഖലകളിൽ. ആ മാറ്റങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ ഡീപ്പായിട്ടൊന്ന് പറയാൻ പോവുകയാണ്. യൂറോപ്യൻ കൺട്രീസിൽ നിന്നും ഇറ്റലി എങ്ങനെയാണ് വേർപെട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും വലിയ വ്യത്യസ്തമാകുന്നതിന് കാരണം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്വതന്ത്രവും സമ്പന്നവും ഊർജ്ജസ്വലവുമായിരുന്നു. അപ്പോൾ ഇറ്റലിയൻ, പിന്നെ അത് മാത്രമല്ല അവിടെയുള്ള ആളുകൾക്ക് വാണിജ്യ സാങ്കേതികപരമായിട്ടുള്ള മേഖലകളിൽ ആ ഒരു വിദ്യയിൽ ഏറ്റവും കഴിവുറ്റ ഊർജ്ജസ്വലരായിട്ടുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ബാങ്കിങ്ങിനെ കുറിച്ചും ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അവബോധമുണ്ടായിരുന്നു. ഇതൊക്കെ കാരണം ഇറ്റാലിയൻ നഗരങ്ങൾ മറ്റുള്ള യൂറോപ്യൻ നഗരങ്ങളെക്കാളും കുറച്ചും കൂടി ബെറ്ററായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ചർച്ച ചെയ്തു ഇറ്റാലിയൻ നഗരങ്ങളിൽ എന്തൊക്കെയാണ്, എങ്ങനെയാണ് മാറ്റം വന്ന മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളെക്കാളും അല്ലെങ്കിൽ മറ്റുള്ള യൂറോപ്യൻ നഗരങ്ങളെക്കാളും ഇറ്റാലിയൻ നഗരങ്ങൾ എങ്ങനെയാണ്, എന്താണ് ഇവിടെയുള്ള, എങ്ങനെയാണ് അവിടെ പുരോഗതി ഉണ്ടായതെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു വേർഡുണ്ട് ബുക്ക് കീപ്പിംഗ് പോലുള്ള വാണിജ്യ സാങ്കേതികത. എന്താണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ വരവും ചിലവും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതെല്ലാം ഇറ്റാലിയൻ നഗരങ്ങളെ വളരാൻ സഹായിച്ചിട്ടുണ്ട്. 11-ാം നൂറ്റാണ്ടോടു കൂടിയാണ് ഇറ്റലിയിൽ വാണിജ്യവൽക്കരണം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. വാണിജ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ ട്രേഡിങ്, അങ്ങനെയുള്ള പണസംബന്ധമായിട്ടുള്ള മേഖലകളിൽ ഉയർച്ച വരുന്നത്. അതായത് ജനങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള മേഖലകളിൽ സാധാരണക്കാർക്കും ഉയർച്ച വരുന്നത് ഈ 11-ാം നൂറ്റാണ്ടോടു കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ അത് മാത്രമല്ല, അതിന് ഓപ്പോസിറ്റായിട്ട് വേറൊരു കാര്യം കൂടി നടന്നിട്ടുണ്ട്. അവിടെ ഫ്യൂഡൽ വ്യവസ്ഥ തകരുകയും ചെയ്തു. അതായത് ഫ്യൂഡൽ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അധികാരവും അല്ലെങ്കിൽ എല്ലാ പവറുകളും ഒരാളിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അങ്ങനെയുള്ള ഫ്യൂഡൽ പ്രഭുക്കന്മാരൊക്കെ തകർന്ന ആ ഒരു കാര്യം. അപ്പോൾ ആ ഒരു സംഭവം അവിടെ നടന്നിട്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് വാണിജ്യവൽക്കരണമൊക്കെ ഉണ്ടായിട്ടുള്ള എല്ലാവർക്കും തുല്യമായിട്ട് വീതിച്ച് അത് ആളുകൾക്കൊക്കെ ഇങ്ങനെ നല്ല അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായതും ഒക്കെ അതിനുള്ള കാരണമാണ്. അപ്പോൾ വാണിജ്യ പുരോഗതിയുടെ ഫലമായിട്ട് ഒരുപാട് സമ്പന്ന കുടുംബങ്ങൾ ഇറ്റലിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഇറ്റാലിയൻ കുടുംബങ്ങൾ, അവർ വന്ന നഗരങ്ങൾ ഏതൊക്കെയാണ്, ഉയർന്നു വന്ന നഗരങ്ങൾ ഏതൊക്കെയാണെന്നാണ് അടുത്തൊരു ടേബിളാക്കിയിട്ട് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് അവർക്കും രാഷ്ട്രീയ അധികാരം വേണം, അവരുടെ പങ്ക് അവരുടേതായിട്ട് വേണം എന്നുള്ള ഒരാവശ്യം ഉന്നയിച്ചിട്ടാണ് അവരും വരുന്നത്. അങ്ങനെ അവിടെ ഒരു ഫ്ലോറൻസ് എന്ന നഗരത്തിൽ മെഡിച്ചി എന്ന് പറയുന്ന കുടുംബങ്ങൾ, പിന്നെ മിലാനിൽ സ്ഫോർസ, പാർമ എന്ന് പറയുന്ന നഗരത്തിൽ ഫെർണീസി എന്ന് പറയുന്ന കുടുംബം, നേപ്പിൾസ് ഓർസീനി എന്ന് പറയുന്നത്, മിലാൻ എന്ന് പറയുന്ന നഗരത്തിൽ വിസ്കൊന്തി എന്ന് പറയുന്ന കുടുംബങ്ങൾ, അങ്ങനെയുള്ള ഇറ്റാലിയൻ കുടുംബങ്ങൾ, സമ്പന്ന കുടുംബങ്ങൾ അവിടെ ഓരോ നഗരങ്ങളായിട്ട് ഉയർന്നു വരികയാണ് ചെയ്യുന്നത്. ഇറ്റലിയിൽ സമ്പന്ന കുടുംബങ്ങളൊക്കെ ഉണ്ടായി പുതിയൊരു സിസ്റ്റം അവിടെ വരികയാണ്. അതുമാത്രമല്ല വേറൊരു കാര്യം കൂടി അവിടെ സംഭവിച്ചു. ആ സമയത്ത് കുരിശ് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യുദ്ധങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാം മത വിശ്വാസികളും അതുപോലെ ക്രിസ്ത്യാനികളും തമ്മിൽ നടന്ന യുദ്ധങ്ങളെയാണ് കുരിശ് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് അവർക്ക് രണ്ടുപേർക്കും പ്രിയപ്പെട്ട ഒരു നാടിന് വേണ്ടിയിട്ട്, വിശുദ്ധ നാടായി കരുതപ്പെടുന്ന ജെറുസലേമിന് വേണ്ടിയിട്ട് നടന്ന യുദ്ധങ്ങളാണ്. അപ്പോൾ ഈ CE 11-ാം നൂറ്റാണ്ട് മുതൽ
13-ാം നൂറ്റാണ്ട് വരെയാണ് ഈ കുരിശ് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ കുരിശ് യുദ്ധങ്ങളും ഇതുപോലെ ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് കുരിശ് യുദ്ധങ്ങൾ കാരണമായി എന്ന് നമ്മുടെ പേജ് നമ്പർ 10 പറയുന്നുണ്ട്. അന്നത്തെ കാലത്തൊക്കെ നമ്മുടെ റോമ സാമ്രാജ്യം എന്ന് പറയുന്ന ആ ഒരു ഏരിയ, ഇപ്പോൾ ഇറ്റലി, റോമൊക്കെ കിടക്കുന്ന ആ ഒരു യൂറോപ്യൻ കൺട്രീസ്, ആ ഒരു കൺട്രി 2 ഭാഗമായിട്ട്, കിഴക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെ 2 ഭാഗമായിട്ട് അന്ന് അറിയപ്പെട്ടിരുന്നു. അതായത് ഈസ്റ്റ് വെസ്റ്റ് എന്നുള്ള 2 രൂപത്തിൽ അറിയപ്പെട്ടിരുന്നു. അപ്പോൾ ഈസ്റ്റേൺ കൺട്രീസ് കുറച്ചുണ്ട്, വെസ്റ്റേൺ കൺട്രീസ് കുറച്ചുണ്ട്. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ അറിയപ്പെട്ടിരുന്നു. അതിൽ ഇപ്പോൾ ആ യുദ്ധം നടക്കുമ്പോൾ ഈ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പലായനം ചെയ്യും. അപ്പോൾ ആളുകൾ പരസ്പരം വിനിമയം നടത്താൻ ആ സമയത്ത് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, കിഴക്കൻ റോമാ സാമ്രാജ്യം അല്ലെങ്കിൽ പടിഞ്ഞാറൻ റോമാ സാമ്രാജ്യം എന്നിങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവരുടെ ഒരു ക്യാപിറ്റലായിട്ട്, അതായത് കിഴക്കൻ ഏരിയകളിൽ കോൺസ്റ്റാന്റിനോപ്പിളും പടിഞ്ഞാറൻ ഏരിയയിൽ റോമും ക്യാപിറ്റലായിട്ടായിരുന്നു പണ്ട് 2 സാമ്രാജ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കിഴക്കൻ ഏരിയയിൽ ബൈസാൻറ്റൈൻ കാലഘട്ടം എന്നാണ്, ബൈസാൻറ്റൈൻ ചക്രവർത്തിമാർ ഭരിച്ച കാലഘട്ടം എന്ന് പറയുന്ന ഒരു സിസ്റ്റം അന്ന് നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ഈ മാപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വെസ്റ്റേൺ റോമൻ എംപയർ എന്നും ഈസ്റ്റേൺ റോമൻ എംപയർ എന്നും നമുക്ക് ഡിവൈഡ് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ ഈസ്റ്റേൺ റോമൻ എംപയറിന് ബൈസാൻറ്റൈൻ എംപയർ എന്ന മറ്റൊരു പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിളാണ്. വെസ്റ്റേൺ റോമൻ എംപയർ എന്ന് പറയുന്നതിൻ്റെ ക്യാപിറ്റൽ റോമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഈ വെസ്റ്റേൺ റോമൻ എംപയറിലാണ് ഇറ്റലി കിടക്കുന്നത്. അപ്പോൾ ഈ ഇറ്റലിയിൽ നിന്നുള്ള ആളുകളും അതുപോലെ ഈസ്റ്റേൺ അതിൻ്റെ ഒരു കോൺസ്റ്റാന്റിനോപ്പിൾ അവിടെയുള്ള ആളുകളും തമ്മിലൊരു വാണിജ്യ ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇറ്റലിയെ കൂടുതൽ വളരാൻ സഹായിച്ചിട്ടുണ്ട്, ഇറ്റാലിയൻ നഗരങ്ങളെ കൂടുതൽ വളരാൻ സഹായിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മൾ കുരിശ് യുദ്ധത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ പറഞ്ഞു മുസ്ലിംസുമായിട്ട്, ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് ഒരു വ്യാപാര ബന്ധം അവർക്ക് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് പരസ്പരം പലായനം ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ തമ്മിലൊരു വ്യാപാര ബന്ധം അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും ഈ കോൺസ്റ്റാന്റിനോപ്പിൾ ആ ഒരു ഏരിയയിലും അവരുമായിട്ടും, അതുമാത്രമല്ല ഇറ്റാലിയൻ നഗരങ്ങളിലോട്ടും അത് വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വാണിജ്യ ബന്ധം ഇവർക്കിടയിൽ ഉണ്ടായതും ഇറ്റാലിയൻ നഗരങ്ങളെ കൂടുതൽ വളരാൻ ഇടയാക്കിയിട്ടുണ്ട്. ഇതുമൂലം അവിടങ്ങളിലേക്ക് കൂടുതൽ സമ്പത്ത് ഒഴുകിയിട്ടുണ്ട്. ഈ സമ്പത്ത് മൂലം കുത്തക ഇറ്റാലിയൻ നഗരങ്ങളിൽ കച്ചവടക്കാരുടെ കൺട്രോളിലായിരുന്നു ആ ഒരു മെഡിറ്ററേനിയൻ കടലും ആ ഒരു സീയും ആ ഒരു വ്യാപാര ഏരിയകളൊക്കെ അവരുടെ കയ്യിലായിട്ട് അകപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇറ്റലിയെ കൂടുതൽ വളരാൻ ഇടയാക്കി. അതുപോലെ ഈ 14-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഇറ്റലിയിൽ ഒരു ബ്യൂബോണിക് പ്ലേഗ്, അവിടെ ഒരു മഹാമാരി അവിടെ പടരുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് ആളുകൾ മരണപ്പെടുകയും പുതിയ പുതിയ മരുന്ന് കമ്പനികളൊക്കെ ഉണ്ടാവുകയും, അതായത് അന്നത്തെ നിലവിലുള്ള മരുന്നുകൾ അതിന് ചെറുക്കാൻ പറ്റാതായപ്പോൾ പഴയ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന ഗ്രീക്ക്, റോമൻ ആ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ആ ഒരു മരുന്നുകളെയൊക്കെ അവർ ആശ്രയിക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുകളിങ്ങനെ ചിന്തിച്ചു തുടങ്ങി, പുതിയ പുതിയ ചിന്താഗതി അവർക്ക്, യുക്തിചിന്താപരമായിട്ടുള്ള കാര്യങ്ങൾ അവരിൽ ഉടലെടുക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു യുക്തിചിന്ത വരുന്നത് മനുഷ്യനെക്കുറിച്ച് കൂടുതൽ, മനുഷ്യൻ്റെ ചിന്തകൾക്ക് അധിഷ്ഠിതമായിട്ട് അവർ പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഹ്യൂമാനിസം, മാനവികത എന്നുള്ള ഒരു ആശയം അവരിൽ ഉൾത്തിരിഞ്ഞ് വരികയാണ് ചെയ്യുന്നത് പിന്നീട്. അപ്പോൾ ഈ ഒരു മാനവികത വന്നതും നമ്മുടെ ഇറ്റാലിയൻ നഗരങ്ങളെ കൂടുതൽ സ്ട്രോങ് ആക്കി നിർത്തിയിട്ടുണ്ട്. ബ്ലാക്ക് ഡെത്തിനെ കുറിച്ച് ഇവിടെ നിങ്ങൾക്കൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. 1347-നും 1351-നും ഇടയിൽ യൂറോപ്പിനെ തകർത്തെറിഞ്ഞ പ്ലേഗ് എന്ന മഹാമാരിയെയാണ് ബ്ലാക്ക് ഡെത്ത് എന്ന വിശേഷിപ്പിക്കുന്നത്. രോഗം ബാധിച്ചവരുടെ ശരീരത്തിൽ കറുത്ത കുമിളകൾ രൂപപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഈ ദുരന്തം കറുത്ത മരണം എന്ന് അറിയപ്പെട്ടത്. വാണിജ്യത്തിനായി വന്ന കപ്പലുകളിലൂടെ എത്തിയ എലികളുടെ ചെള്ള് വഴിയാണ് യൂറോപ്പിൽ പ്ലേഗ് പടർന്നത് എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റാലിയൻ നഗരങ്ങൾ പിന്നീട് ദ്രുതഗതിയിലുള്ള ഒരു മാറ്റത്തിനാണ് പിന്നീട് സാക്ഷ്യം വഹിച്ചത്. അവർ സാമ്പത്തികമായിട്ട് മുന്നേറ്റം ഉണ്ടായതിൽ പിന്നെ അവർക്ക് ആളുകൾക്കിടയിൽ പൗരബോധവും ആത്മാഭിമാനവും വളർന്നു വന്നു. പിന്നെ അവർക്കിടയിൽ പ്രാചീന റോമാ സാമ്രാജ്യത്തിൻ്റെ
നിലനിന്നിരുന്ന ആ ഒരു ക്രമസമാധാനം, ഭരണകൂടം എന്നിവയെ സംബന്ധിച്ച ആശയങ്ങൾ ഇറ്റലിയിൽ വൻ പ്രചാരം നേടിയിരുന്നു. പിന്നീട് പ്രാചീന റോമൻ നിയമങ്ങളിലും ലാറ്റിൻ ഭാഷയിലൊക്കെ പാണ്ഡിത്യമുണ്ടായിരുന്ന ആളുകൾ വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അതിനുശേഷം പ്രാചീന ഭാഷ, സാഹിത്യം, സ്ഥാപനങ്ങൾ പോലെ പൗരാണികത എന്നിവയിൽ ഇവർക്ക് താല്പര്യം ജനിച്ചിരുന്നു. പണ്ടത്തെ ആ ഒരു സിസ്റ്റത്തിൽ അവർക്ക് കൂടുതൽ അതറിഞ്ഞു തുടങ്ങിയപ്പോൾ കൂടുതൽ താല്പര്യം അതിൽ ജനിച്ചു. അതിനുശേഷം ഓരോ നഗരവും കലയുടെയും സാഹിത്യത്തിൻ്റെയും കേന്ദ്രങ്ങൾ ആയി മാറുകയാണ് പിന്നീട് ചെയ്തത്. അത് മാത്രമല്ല കലാകാരന്മാരെ ബഹുമാനിക്കുക, അതുപോലെ ചിത്രങ്ങളും കയ്യെഴുത്ത് പ്രതികളും കെട്ടിടാവശിഷ്ടങ്ങളൊക്കെ രാജാക്കന്മാരും പുരോഹിതന്മാരും അവരുടെ നേതൃത്വത്തിൽ കണ്ടെടുത്ത് അവർ സംരക്ഷിക്കപ്പെടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കലയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ അങ്ങനെ തങ്ങളെ ജനമനസ്സുകളിൽ അനശ്വരരാക്കുമെന്ന് രാജാക്കന്മാർ തന്നെ തീരുമാനിക്കുകയും അവർ അതിന് തന്നെ തയ്യാറാവുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് പിന്നീട് ഇറ്റാലിയൻ നഗരങ്ങളിൽ ഉണ്ടായിരുന്നത്. അതുപോലെ സന്യാസി മഠങ്ങൾ, ദേവാലയങ്ങൾ തുടങ്ങിയവയൊക്കെ മോടി പിടിപ്പിക്കുകയും അങ്ങനെ കത്തീഡ്രലുകളൊക്കെ നിർമ്മാണത്തെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലോറൻസ്, മിലാൻ, റോം, വെനീസ് തുടങ്ങിയ ഇറ്റാലിയൻ നഗരങ്ങളിൽ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നത് പൗരധർമ്മമായിട്ട് കണക്കാക്കപ്പെടുകയാണ് പിന്നീട് ചെയ്തിട്ടുള്ളത്. അതായത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് പണ്ഡിതന്മാരുടെ ഒരു വലിയൊരു കേന്ദ്രമായിരുന്നു. അപ്പോൾ തുർക്കികൾ 1453കളിലൊക്കെ ഈ നമ്മുടെ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ചപ്പോൾ ഈ അവിടെയുള്ള പണ്ഡിതന്മാർ അവരുടെ കൃതികളും മറ്റും ഒക്കെ എടുത്തിട്ട് ഇറ്റാലിയൻ നഗരങ്ങളിലോട്ട് നീങ്ങിയിരുന്നു, അങ്ങോട്ട് പോയി. പിന്നെ അവിടെ അതൊക്കെ കാരണം അവരുടെ ആ ഒരു ഭാഗത്ത് സാംസ്കാരിക രംഗത്തും വൈജ്ഞാനിക മേഖലയിലൊക്കെ പിന്നെ അവർ പുതിയ പുതിയ ആശയങ്ങൾ പ്രകടമാകാൻ പിന്നീട് തുടങ്ങി. അതുമാത്രമല്ല അവിടെ ഈ അന്വേഷണങ്ങളും പഠനങ്ങളൊക്കെ ഗ്രന്ഥാലയങ്ങളിലോട്ടും വ്യാപിക്കാൻ ഇതൊരു കാരണമായിട്ടുണ്ട്. അതുപോലെ ഈ നവോത്ഥാനം ആരംഭിച്ചത് യൂറോപ്യൻ കൺട്രീസിൽ ആണ് എന്ന ആ ഒരു വാദഗതിക്കെതിരെ ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ജോർജ് ജെയിംസിൻ്റെ സ്റ്റോളൻ ലെഗസി, മാർട്ടിൻ ബെർണലിൻ്റെ ബ്ലാക്ക് അഥീന, ദ ആഫ്രോ ഏഷ്യാറ്റിക് റൂട്ട്സ് ഓഫ് ക്ലാസ് സിവിലൈസേഷൻ എന്നീ ഗ്രന്ഥങ്ങളൊക്കെ അതിന് ആ ഒരു വാദഗതിക്ക് എതിരെ വന്നിട്ടുള്ളതാണ്. പേജ് നമ്പർ 12 കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ആ ഒരു സ്ഥാനം വ്യക്തമാക്കുന്നൊരു ഭൂപടം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. 13ാമത്തെ പേജിൽ മനുഷ്യൻ കേന്ദ്രമാകുന്നു എന്ന് പറയുന്ന ഒരു ഏരിയയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പറയുന്നത് സ്കോളാസ്റ്റിസിസം എന്ന് പറയുന്ന മതപരമായിട്ടുള്ള ഒരു കാര്യം, അതായത് ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു തത്വശാസ്ത്രം. ആ ഒരു തത്വശാസ്ത്രത്തിൽ നിന്ന് മാറിയിട്ട് മനുഷ്യനും ഇഹലോകത്തിനും യുക്തിചിന്തകൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള മാനവികത എന്ന ആശയം രൂപപ്പെട്ടതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ദൈവകേന്ദ്രീകൃതമായിട്ടുള്ള കാഴ്ചപ്പാടിൽ നിന്നും മനുഷ്യകേന്ദ്രീകൃതമായിട്ടുള്ള വീക്ഷണത്തിലേക്കുള്ള പരിവർത്തനമാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവിടെ വിമർശനങ്ങൾക്കും മാനവികതയിൽ വിയോജിപ്പുകൾക്കും വിമർശനങ്ങൾക്കൊക്കെ സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള അന്ന് ആ കാലഘട്ടത്തിലുള്ള ആളുകൾ മതത്തിൻ്റെ ആധിപത്യത്തെ ചോദ്യം ചെയ്യുകയാണ് പിന്നീടുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളാണ് അരിസ്റ്റോട്ടിലൊക്കെ. അപ്പോൾ അവരെക്കുറിച്ചാണ് ആ ഒരു ഭാഗത്ത് പറയുന്നത്. അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത് പ്രാചീന ഗ്രീസിൽ ജീവിച്ചിരുന്ന ഒരു തത്വചിന്തകനായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ലൈസിയം എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമൊക്കെ ഉണ്ടാക്കിയത് അരിസ്റ്റോട്ടിലിൻ്റെ പ്രയത്നത്താലാണ്. പിന്നെ അദ്ദേഹം സത്യാന്വേഷണത്തിന് അദ്ദേഹം നൽകിയ പ്രാധാന്യവും അതിൻ്റെ പഠനങ്ങളുടെ വ്യാപ്തിയുമാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ അതായത് ലത്തീനിലും പ്രാദേശിക ഭാഷയിലുമൊക്കെ വിവർത്തനം ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം